ബിസ്മില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ് റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദിവ്യകാരുണ്യത്തിന്റെ അതിമനോഹരമായ ആശയത്തെക്കുറിച്ച് നമ്മെ ഓരോരുത്തരെയും ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന വിശുദ്ധ ഖുർആനിലെ 55-ാം അധ്യായം സൂറ അർ-റഹ്മാനിലെ 31 തവണ ആവർത്തിച്ചു വരുന്ന ഫബിഅയ്യി ആലാഇ എന്ന് തുടങ്ങുന്ന വചനത്തെ തദബ്ബുർ ചെയ്ത് സംസാരിക്കുക എന്നതാണ് എന്നിലെ ദൗത്യം. നമുക്കറിയാം, 3 റുക്കുകളിലായി 78 വചനങ്ങൾ ഉള്ള മക്കയിൽ അവതീർണമായ പരമകാരുണികൻ എന്ന് അർത്ഥം വരുന്ന ഈ അധ്യായം ഇതിലെ വിഷയത്തിന്റെ ഗൗരവത്തോടൊപ്പം തന്നെ അത്യാകർഷകമായ പ്രതിപാദന രീതി കൊണ്ടും ഏറെ ശ്രദ്ധേയമായ ഒരു അധ്യായമാണ്. ആയത്തിലേക്ക് കടക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ഫബിഅയ്യി അപ്പോൾ ഏതൊന്നിനെയാണ്, ആലാഇ അനുഗ്രഹങ്ങളിൽ, റബ്ബികുമാ നിങ്ങൾ ഇരു കൂട്ടരുടെയും നാഥന്റെ, തുകദ്ദിബാൻ നിങ്ങൾ തള്ളിപ്പറയുന്നത്. നിങ്ങൾ ഇരു കൂട്ടരുടെയും നാഥന്റെ ഏതേത് അനുഗ്രഹങ്ങളെയാണ് അപ്പോൾ നിങ്ങൾ തള്ളിപ്പറയുന്നത്? വളരെ ശ്രദ്ധേയമായ, മനുഷ്യ മനസ്സുകളിൽ നിരന്തരം ആലോചനയ്ക്ക് വിധേയമാക്കേണ്ട ഒരു ചോദ്യം. ആരാണ് ഇവിടെ ഇരു കൂട്ടർ? അത് മനുഷ്യ ജിന്നു വിഭാഗത്തെയാണെന്നാണ് പൊതുവെ സ്ഥിരപ്പെട്ട വ്യാഖ്യാനം. ഈ അധ്യായത്തിൽ തന്നെ 33-ാം ആയത്തിൽ യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസി എന്ന അള്ളാഹുവിന്റെ ഒരു വിളിയുണ്ട്. ഈ വിളി മുൻപ് പറഞ്ഞ വ്യാഖ്യാനത്തെ കൂടുതൽ സ്ഥിരപ്പെടുത്തുന്നു. എന്തുകൊണ്ടാണ് ഇത്രയധികം തവണ ഈ ചോദ്യം മനുഷ്യ ജിന്നു വിഭാഗത്തിന്റെ മനസ്സിലേക്ക് ശക്തമായ രീതിയിൽ പ്രവേശിപ്പിക്കുക, അല്ലെങ്കിൽ ശക്തമായ സ്വാധീനം ഉണ്ടാക്കുക എന്നതിനപ്പുറമുള്ളത് റബ്ബിന് മാത്രമേ അറിയുള്ളൂ എന്നും നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. പാരായണ വേളയിലും ശ്രവണ വേളയിലും രോമാഞ്ചമുണ്ടാക്കുന്നതോടൊപ്പം തന്നെ ഹൃദയത്തിന് നടുക്കം ബാധിക്കുന്നതുമായ ഒരു വചനമത്രേ ഇത്. 31 തവണ മനുഷ്യ ജിന്ന് വിഭാഗത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് ആവർത്തിച്ച് പറയപ്പെട്ടിട്ടുള്ള ഒരു സൂക്തം, അതിലടങ്ങിയിട്ടുള്ള വളരെ ഗൗരവമുള്ള ഒരു ചോദ്യം, അതിൻ്റെ അർത്ഥവ്യാപ്തി എല്ലാം ഹൃദയമുള്ള ആരെയും ചിന്തിപ്പിക്കുന്ന ഒന്നാണ്. അള്ളാഹുവിൻ്റെ മുൻപിൽ സാഷ്ടാംഗം അർപ്പിച്ച് 31 വട്ടം നന്ദി രേഖപ്പെടുത്തുവാൻ അതവനെ നിർബന്ധിതനാക്കുന്നു. ഇത്തരത്തിൽ ആവർത്തിച്ചു വരുന്ന വചനങ്ങൾ മറ്റു ചില അധ്യായങ്ങളിൽ കൂടി വന്നിട്ടുണ്ട് എങ്കിലും ഇത്രയധികം തവണ ആവർത്തിച്ചു വരുന്ന മറ്റൊരു വചനം ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഉറൂസുൽ ഖുർആൻ, ഖുർആനിലെ നവവധു എന്ന ബഹുമതി പേര് ഈ അധ്യായത്തിന് നൽകപ്പെട്ടിട്ടുള്ളതും. ഈ ചോദ്യം മറ്റൊരു രൂപത്തിൽ 53-ാം അധ്യായം സൂറ അൻ-നജ്മിലെ 55-ാം വചനത്തിൽ ഫബിഅയ്യി ആലാഇ റബ്ബിക തതമാറ, അപ്പോൾ നിങ്ങൾ ഇരു കൂട്ടരുടെയും നാഥന്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിലാണ് നിങ്ങൾക്ക് സംശയമുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ തർക്കിക്കുന്നത് എന്ന ഒരു ചോദ്യവും അള്ളാഹു ചോദിക്കുന്നുണ്ട്. ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് വെളിപ്പെടുത്തിയതായി നമുക്ക് കാണുവാൻ കഴിയും. ഈ വചനം പാരായണം ചെയ്ത് കേട്ടപ്പോൾ ജിന്നുകൾ ഓരോ പ്രാവശ്യവും ഇപ്രകാരം മറുപടി പറഞ്ഞതായി: ഞങ്ങളുടെ നാഥ, നിന്റെ അനുഗ്രഹങ്ങളിൽ യാതൊന്നിനെയും ഞങ്ങൾ വ്യാജമാക്കുന്നില്ല, നിനക്കത്രേ സ്തുതി എന്ന്. അതെ പ്രിയമുള്ളവരെ, എണ്ണിയാൽ ഒടുങ്ങാത്തത്ര അനുഗ്രഹങ്ങൾ, വായു, ജലം, ഭക്ഷണം, നല്ല ചുറ്റുപാട്, ആരോഗ്യമുള്ള മനസ്സ്, ശരീരം തുടങ്ങി എല്ലാ അനുഗ്രഹങ്ങളും നമുക്കായി കരുതി വെച്ച ഒരു ലോകത്തിലേക്കാണ് എന്നെയും നിങ്ങളെയും റബ്ബ് ജീവിക്കാനായി അയച്ചിട്ടുള്ളത്. എന്നാൽ ഞാൻ ഉൾപ്പെടെ പലരും ഈ അനുഗ്രഹങ്ങളെയെല്ലാം വളരെ നിസ്സാരമായി കാണുന്നു എന്നതാണ് സത്യം. വർഷങ്ങൾക്ക് മുമ്പ് മക്കയിലെ ജോലിക്കിടെയുണ്ടായ ഒരു അനുഭവം ഓർത്തു പോകുന്നു. സൽക്കാരപ്രിയരായ സ്വദേശികളായ സഹപ്രവർത്തകർ സ്വാദിഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവന്ന് പങ്കുവെച്ച് കഴിക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു. ഓരോ തവണയും ഭക്ഷണശേഷം ഒരു ആചാരം എന്ന പോലെ ഞാൻ അവരോട് പറയും, നന്ദിയുണ്ട് കേട്ടോ എന്ന്. അവർ പറഞ്ഞ ഒരു മറുപടിയാണ്, അനീസ, റിസ്ക് എന്ന് പറയുന്നത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്.
അത് നിങ്ങൾ എനിക്ക് നൽകിയാലും ഞാൻ നിങ്ങൾക്ക് നൽകിയാലും അതിനുള്ള നന്ദി അള്ളാഹുവിനുള്ളതാണ് എന്ന്. നമുക്ക് പരസ്പരം ചെയ്യാൻ പറ്റുന്നത് പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുക എന്നതാണ് എന്ന്. അറിവുകളിൽ വളരെ പരിമിതമായിരുന്ന എനിക്ക് വളരെ വലിയ ഒരു തിരിച്ചറിവായിരുന്നു അവർ നൽകിയത്. ഇന്ന് ആധുനിക സമൂഹത്തിൽ പരസ്പരം നന്ദി കാണിക്കുന്നതിനായി പല ഭാഷകളിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് നമ്മൾ മത്സരിക്കുമ്പോൾ രക്ഷിതാവിനോടുള്ള നന്ദി നാം കാണിക്കുന്നുണ്ടോ എന്നുള്ളതും കൂടി നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതെ പ്രിയമുള്ളവരെ, ഈ അവസരത്തിൽ എനിക്ക് എന്നോടെന്ന പോലെ തന്നെ നിങ്ങളോടും ഓർമ്മിപ്പിക്കാനുള്ളത്, ജീവിതത്തിലെ ഓരോ നിമിഷവും, അത് ശ്വാസോച്ഛ്വാസം എടുക്കുമ്പോഴും ഹൃദയമിടിപ്പ് അനുഭവിക്കുമ്പോഴും എല്ലാം, ഈ അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമല്ല, ജീവിതത്തിലെ ഓരോ നിമിഷവും ഫബി അയ്യി ആലാഇ എന്ന് തുടങ്ങുന്ന ഈ ചോദ്യം നാം നമ്മോട് തന്നെ ചോദിച്ച് ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ലാബി ശൈഇൻ മിൻ നിഅമിക റബ്ബനാ നുകദ്ദിബു എന്നുള്ള നിരന്തര ബോധം നമ്മളിൽ ഉണ്ടാവുക. അങ്ങനെ നന്ദി ബോധമുള്ളവരായി ജീവിക്കുക. അപ്രകാരം നന്ദി ബോധമുള്ളവരായി ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. വആഖിർ ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.